മലയാളം ഡബ്ഡ് മൂവിയാണ്. മാസ്മരികമായ ഒരു സിനിമയാണ്. ലുക്ക് ഒരു കമ്മിങ് ബാക്ക് ഇത് നടത്താൻ സാധ്യത കൂടുതലാണ്. സായി അബ്രഹാം ഡയറക്ടർ യാഷ് ബാലാജി. പ്രൊഡ്യൂസറാണ്. ഒരു മാസ് ഓറിന്റെ ഫുൾ മാസും അതും സോങ്. ഫെസ്റ്റിവൽ ഒരു ആഘോഷത്തിന്റെ നിറകൂടത്തിലാണ് സൂര്യ ഫാൻസ്. തൃഷ, ഇന്ദ്രൻസ് ഒക്കെ മലയാളത്തിൽ നിന്ന് ഇന്ദ്രൻസ്, നാറ്റി, സ്വാസിക, സസിവദ, അങ്ക, മായാരവി, സുബ്രന്ദർ റെഡ്ഡി ആൻഡ് അതേഴ്സ്. റൈറ്റർ ഡയറക്ടർ ബൈ RJP. Producer Dream Warrior Pictures. Producer വാര്യർ പിക്ചറും പ്രൊഡ്യൂസർ പ്രകാശ് ബാബു, SR ബാബു. അങ്ങനെ നിരവധി പേർ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നത് വരെ ഈ ഒരു സിനിമയുടെ ടീസറാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗംഭീരമായ ഒരു ആക്ഷൻ രീതിയിലുള്ള സിനിമകൾ സൂര്യയിൽ നിന്നും ഇന്നും പ്രതീക്ഷിക്കുന്നു. ആക്ഷനോടൊപ്പം ഒരു കോമഡിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കോമഡി ഡ്രാമയായിരിക്കുമോ അല്ലെങ്കിൽ ആക്ഷൻ ഡ്രാമയായിരിക്കുമോ നമുക്കറിയില്ല. പല മൂഡിലും പല രീതിയിലും ഒരു സിനിമയെ നമ്മുടെ മനസ്സിൽ നമുക്ക് തോട്ട് വരുന്ന ചിന്തകളെയാണ് നമ്മൾ പ്രേക്ഷകരുമായി കുറച്ചു സമയം സ്പെൻഡ് ചെയ്യാമെന്നത്. ഇത്തരത്തിലുള്ള സിനിമകളെ നമ്മൾ എന്നും വാച്ചബിൾ റീസെന്റ് കിട്ടുന്ന ഒരു സിനിമകളാണ്. എന്നും ഇത്തരത്തിലുള്ള സിനിമകൾ ആഘോഷിക്കപ്പെടുകയില്ലെങ്കിലും ഇതുപോലത്തെ സിനിമകൾ വരണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കാറുണ്ട്. കാരണം ഒരു മാസ് സിനിമകൾ വരുമ്പോൾ അതിന്റെ ആകർഷണങ്ങൾ തിയേറ്ററുകളിൽ വലിയൊരു പൂരപ്പറമ്പാക്കാറുണ്ട്. കോമഡിക്കും നല്ലൊരു കോമഡിയാണെങ്കിൽ, അത് എക്സ്ട്രാ ഓർഡിനറി ആണെങ്കിൽ അതിനെയും ജനങ്ങൾ കൈയടിക്കാറുണ്ട്. ചില ത്രില്ലർ മൂവി ആകുമ്പോൾ അതിലെ കൈയടി ആയിരിക്കില്ല, അതിലെ കഥയും ആസ്പദമായ കാര്യങ്ങളുമായുണ്ട് ഒരു സൈലന്റ് ഓറിയന്റഡ് ഒരു വലിയൊരു ബ്രേക്ക് കിട്ടുന്ന സിനിമകളായിരിക്കും. അപ്പോൾ ത്രില്ലർ വേറെയാണ് ജോണറായിരിക്കും, ആക്ഷൻ വേറൊരു ജോണറായിരിക്കും, കോമഡി അതിനും വേറൊരു, എല്ലാം ഒരു സസ്പെൻസ് മൂഡിലായിരിക്കും നമ്മൾ സിനിമകൾ കാണുമ്പോൾ. എക്സ്പ്ലെയിൻ ചെയ്യാൻ സിനിമ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ സിനിമ എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് ലോകത്ത് ചില കാര്യങ്ങൾ നമ്മുടേതായ അല്ലാത്തതുമായ കഥകൾ അതിൽ ചേർത്തേക്കാം. അത് റിയാലിറ്റിയിൽ യോജിക്കുന്നതല്ല. പക്ഷേ നമുക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നത് നല്ല കാര്യങ്ങളായിരിക്കണമെന്നത് ഒരു സിനിമ സ്റ്റോറിയിൽ ജനങ്ങൾ 150 രൂപ കൊടുത്ത് കാണാൻ പോകുന്ന സിനിമകൾക്ക് തമിഴിലാണ്, പക്ഷെ മലയാള ഡബ്ബഡ് ഭാഷയിലാണ്, റീമേക്ക് ചെയ്ത ഭാഷയിലാണ് നമ്മളിപ്പോൾ ടീസർ കണ്ടിരുന്നത്. അതായത് സൂര്യ, തമിഴ് നഗത്തിന്റെ മുത്ത് എന്ന് തന്നെ പറയാം. ഒരു സൂര്യ മൂവി, അത്
തമിഴ് ഇൻഡസ്ട്രിയിൽ വളരെ വലിയൊരു, പക്ഷെ മലയാളത്തിൽ സൂര്യയുടെ സ്റ്റാർ വാല്യൂ അത് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. സൂര്യക്ക് അത്രക്കും ഫാൻസ് ഫോളോ ഉള്ള ഒരു നടനും കൂടിയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. സൂര്യക്കും വിജയിന്റെ അതേ ഒരു റൈറ്റിംഗ് കൊടുക്കാനുള്ള നമ്മുടെ ലാലേട്ടനും മമ്മൂട്ടിയും പോലെയാണ് തമിഴ് ഇൻഡസ്ട്രിയിൽ വിജയും സൂര്യയും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആ ഒരു കളിയിൽ ഒരുപാട് റണ്ണറപ്പ് ഔട്ടായി പോയതാണ് സൂര്യന്റെ ഒരുപാട് സിനിമകൾ സിനിമ ചെയ്യാതെ ഇല്ലാതായി പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു തിരിച്ചുവരവ് സിനിമ കുറച്ച് ചെയ്തെങ്കിലും അതൊന്നും ജനങ്ങൾ ഒരു ബ്രേക്കാക്കി മാറ്റിയില്ല. അതൊരു സക്സസ് അല്ല എന്ന ഒരു മൂഡിലേക്ക് സിനിമകൾ മാറിയിട്ടുണ്ട്. ഇനിയുള്ള സിനിമകളിൽ കുറച്ച് ഗംഭീരമായ സിനിമകൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. വളരെ നല്ലൊരു സമയമല്ല സൂര്യയുടെ. ക്രെഡിബിലിറ്റിക്ക് ഒരുപാട് താഴ്ചകൾ വരുന്ന, അതായത് സിനിമ സ്റ്റോറികൾ കണ്ടെത്തുന്നതും ഒരു കഥകൾ അപ്രോച്ച് ചെയ്യുന്നതിനും ഒരു വ്യത്യാസമുണ്ട്. അതിന്റെ ജോണർ വ്യത്യാസമുണ്ട്. അതിന്റെ റിയാലിറ്റിയിലെ പല കാര്യങ്ങളും വ്യത്യാസമുണ്ട്. അത് സ്റ്റോറിയിലുള്ള പല കണ്ടെത്തലുകളിലും അത് സെലക്ട് ചെയ്യുന്നതിലുമുള്ള അപാകതയാണ്. ആ അപാകതകൾ മാറ്റിയാൽ മാത്രമേ സൂര്യയുടെ സിനിമ സക്സസ് എന്ന രീതിയിൽ ജനങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. അതൊരു പൊതുവായ സത്യമാണ്. അത് പ്രേക്ഷകർക്കറിയാം, നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നതാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഓരോ സിനിമ കാണാൻ പോകുമ്പോഴും പ്രതീക്ഷിച്ചായിരിക്കാം സിനിമ കാണാൻ പോകുന്നത്. ബട്ട് റിയാലിറ്റിയിൽ അത് വളരെ സക്സസ് ആവണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ നോ സക്സസ്, അതാവുന്നില്ല. ഒരു സ്റ്റോറിയിൽ അത് എത്ര മികവുള്ളതാണെങ്കിൽ അതിന്റെ പോക്ക്, അതിന്റെ ആദ്യത്തെ പോക്കും പിന്നെ ഇന്റർവെൽ കഴിഞ്ഞാൽ പിന്നെ ഒരു ശോകമായ രീതിയിലാണ് സിനിമകൾ കൊണ്ടുപോകുന്നെങ്കിൽ ആ സിനിമയുടെ ഒരു വാല്യൂ നഷ്ടപ്പെടുന്നു. ഇടവേളകൾ കഴിഞ്ഞ് സിനിമയുടെ കണ്ടന്റ് മൊത്തം മാറ്റിമറിഞ്ഞാൽ സിനിമയുടെ വാല്യൂ അതുപോലെ നിലനിൽക്കില്ല. ജനങ്ങൾ ത്രസിപ്പിച്ചിരിക്കുന്ന നിമിഷത്തിൽ ഒരു ഇടവേളകൾ കഴിഞ്ഞായിരിക്കാം സിനിമയുടെ യഥാർത്ഥ ജഡ്ജ്മെന്റ് തുടങ്ങുന്നത്. അവിടെയാണ് കഥകളും തിരക്കഥകളുമെല്ലാം എന്തായി തീരുമെന്ന് തീരുമാനിക്കുന്ന നിമിഷം. അതാണ് സൂര്യയുടെ സിനിമയായാലും ഏത് വ്യക്തിയുടെ സിനിമയായാലും നമുക്ക് ഏറ്റവും അറിയാനുള്ളതും ഏറ്റവും നിലവാരം എവിടെ നിർത്തണമെന്നതും നമ്മൾ കണ്ടെത്തേണ്ടത്. സിനിമ എന്നത് പറയുന്നത് ഒരു അതിൻ്റെതായ ജോഗ്രഫിയിൽ തന്നെ, അത് ബയോട്ടിക്കലായിട്ട് തന്നെ നമുക്കൊക്കെ ആസ്വദിക്കാൻ പറ്റതായിരിക്കണം. നമുക്കൊക്കെ അതിൽ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഉള്ളതായിരിക്കണം. അങ്ങനെയാണ് പല സിനിമകളും നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. ആ സിനിമകളൊക്കെ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ അതിൻ്റെ മികവില്ലാത്ത സിനിമകൾ ഇന്നും ഇറങ്ങുന്നുണ്ട്. പല സിനിമകൾ ഇറങ്ങുമ്പോഴും ഇതൊക്കെ എന്ത് സിനിമയാണ് എന്ന് ആലോചിച്ചു പോകും. അതുപോലെയുള്ള സിനിമകൾ ഒരിക്കലും ഇറക്കാതിരിക്കുക. വളരെ ശോകമായും വളരെ അപരാധം പിടിച്ച സിനിമകളൊന്നും ഇറക്കാതെ നമുക്ക് നല്ല സിനിമകൾ മാത്രം ചെയ്യുക എന്ന തോട്ടിൽ ചിന്തിച്ചു പോവുക. അങ്ങനെയാണ് സൂര്യയുടെ ഈ സിനിമകൾക്ക് തിരിച്ചു വരവുണ്ടാവും. ബൈ ഫോർ എവർ.